ഫെഡറൽ ബാങ്കിന്റെ CDM സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങൾ CDM ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ATM കൗണ്ടറിലോട്ട് പോവുക. അതിനുശേഷം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ATM കാർഡ് മിഷനിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മളിവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ട്രാൻസാക്ഷന് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അത് കൃത്യമായിട്ട് തന്നെ ചൂസ് ചെയ്ത് കൊടുക്കേണ്ട മെസ്സേജ് ഇവിടെ വന്നതായിട്ട് കാണാം. അത് കൃത്യമായിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഇനേബിൾ ആയിട്ട് വന്നത് കാണാം. അതായത് നമ്മളിവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ട്രാൻസാക്ഷൻ ഏതാണോ അതിവിടെ നമ്മൾ കൃത്യമായിട്ട് ചൂസ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഡെപ്പോസിറ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. ശേഷം നമ്മുടെ ATM പിൻ നമ്പർ അവരോട് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ തെറ്റൊന്നും കൂടാതെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിലൊരു മെസ്സേജ് ഇവിടെ വന്നതായിട്ട് കാണാം. അതായത് നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന എമൗണ്ട് എത്രയാണോ ആ പൈസ കൃത്യമായിട്ട് നമ്മൾ താഴെയുള്ള ഇത്തരത്തിലുള്ള ഈ ട്രേയിൽ വെച്ച് കൊടുക്കാനായിട്ടാണ് അവർ പറയുന്നത്. ആ വെച്ച് കൊടുക്കുന്ന എമൗണ്ടിന് യാതൊരു തരത്തിലുള്ള ചുളിവോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ ആ സെയിം ബോക്സിലൂടെ തന്നെ തിരിച്ചു തരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഈ ബോക്സിലൂടെ 100-ൻ്റെയും 200-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ മാത്രമാണ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ കൃത്യമായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ടാപ്പ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിഷനിൽ നിന്ന് ജസ്റ്റ് ഒരു സൗണ്ട് എല്ലാം കേൾക്കാനായിട്ട് കഴിയും. നമ്മുടെ പൈസ അവർ വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിലൊരു സമ്മറി കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയും. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണിത്. അപ്പോൾ ഞാനിവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ 3000 രൂപയാണ്. അപ്പോൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൺഫേം എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. അല്ലെങ്കിൽ അതായത് ഇനിയും കൂടുതൽ എമൗണ്ട് ഏഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺഫേം എന്നുള്ള ഏരിയയ്ക്ക് തൊട്ട് മുകളിലുള്ള ഏഡ് മോർ ക്യാഷ് എന്നുള്ള ആ ഓപ്ഷനിൽ ഒന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ എമൗണ്ട് ഏഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ എൻ്റെ ഇത് ഓക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ താഴെയുള്ള കൺഫേം എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തു. കൺഫേം ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു നമുക്ക് മെസ്സേജ് വന്നതായിട്ട് കാണാം. നമ്മുടെ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ അക്കൗണ്ടിലോട്ട് ആ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യവും പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള എളുപ്പത്തിൽ നമുക്ക് CDM മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.